കുഞ്ഞു കുഞ്ഞു പീക്കിരി സാധനമാണ് നമ്മുടെ മൊബൈൽ. ഇതത്ര പീക്കിരി അസുഖം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചെറിയ കണ്ടോ ഒരു പീക്കിരി RC കാറാണ്. ഇതിൻ്റെ ബോക്സ് കണ്ടോ, ബോക്സ് തന്നെ ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ കാണുന്ന മുതലാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അതായത് വേൾഡിലെ സ്മാളസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അതിനേക്കാൾ ചെറിയ RC കാറൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നോക്കാം ഇതിൻ്റെ സൈസ് കണ്ടു നോക്കാം. അതിന് പിന്നെ നമ്മുടെ X-Max ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ RC ബൈക്കൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളൊരു ഷൂട്ടിന് കൊണ്ടുപോയിട്ട് ചെളിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ അൺബോക്സിങ്ങിനെ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ടർബോ റേസിംഗ് ബ്രാൻഡിൻ്റെ 1:76 സ്കെയിലുള്ള ഒരു RC കാറാണ്. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത്ര വലിയ ഓഫ് റോഡിലോട്ടൊന്നും ഇതിന് പോകാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഈ ടർബോ റേസിങ്ങിൻ്റെ തന്നെയാണ് നമ്മളെടുത്ത R34, ചെറിയ കുഞ്ഞ് R34 ഒക്കെ. ഓക്കെ, ഇതിലെ ബ്രാൻഡാണ്. നമുക്ക് അവനെ അൺബോക്സ് ചെയ്യാം. ഗൈസ് ഗൈസ് കണ്ടോ, ഇത്രേ ഉള്ളൂ. ഈ കുഞ്ഞ് കുഞ്ഞ് പീക്കിരി സാധനമാണ് നമ്മുടെ മുതൽ. ഇത് കണ്ടോ, പോലീസ് കാറാണിത്. ഇത് ഇത്രേ ഉള്ളൂ. എൻ്റെ കയ്യിൽ വെച്ച് നോക്കാൻ നേരത്തെ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ ഗൈസ്. അതായത് നമ്മുടെ ഈ മൈക്കിൻ്റെ വലിപ്പം പോലും ഉണ്ടോയെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു കുഞ്ഞൻ പീക്കിരി കിട്ടില്ല കാറ്. ഇവിടെ മുകളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പുറത്തോട്ട് ചാടിച്ചിരിക്കുന്ന ഓഫ് റോഡ് കാറ്, അല്ല ഓഫ് റോഡ് ടയർ. പോലീസിൻ്റെ വണ്ടിയാണ്. ഇങ്ങനെ പുറത്തോട്ടൊന്നും ടയർ ഇടാൻ പാടില്ല. നമ്മുടെ ഇവിടുത്തെ MVD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സീനാക്കുമല്ലോ, വലിയ വണ്ടിയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ. ചെറിയ സസ്പെൻഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്. അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഇത് കണ്ടോ, റാമ്പ് ഉണ്ട് ഗൈസ്. പല സൈസിലുള്ള ഇതിന് ജമ്പ് ചെയ്യാൻ പറ്റിയത് റാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. പിന്നെ ഇതിൻ്റെ റിമോട്ട് കാണിച്ചു തരാം. റിമോട്ട് നമ്മുടെ R34 വന്ന പോലെ തന്നെ ഇത് കണ്ടോ, 2 പീസായിട്ടാണ്, തോക്കൊക്കെ പോലെ. ഇത് നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞത് ഇത് കണ്ടോ, ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് അങ്ങ് ഉള്ളിലോട്ട് ഇട്ടാൽ മതി. കയറാൻ കൊടുക്കും. യെസ്, കയറി. കണ്ടോ, നമ്മുടെ സാധാ ഹോബി ഗ്രേഡ് പോലെ തന്നെ ഹോബി ഗ്രേഡിൽ ഉള്ള റിമോട്ട് തന്നെ. അതായത് TH ട്രിം ഉണ്ട്, പിന്നെ ത്രോട്ടിൽ ട്രിം ഉണ്ട്, അങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. വീൽ മറ്റേ റേഷ്യോ എന്തോരം ട്രെയിൻ ചെയ്യാം എന്നുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന സെറ്റപ്പാണ് അടിപൊളി. ഞാൻ ആദ്യം ബാറ്ററി ഇടുന്ന കാണിച്ചു തരാം. ഈ റിമോട്ടിൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങിപ്പോരും. കണ്ടോ ഡ്യൂറസെലിൻ്റെ ഈ ബാറ്ററി എല്ലാം ഒരു ഗണ്ണൊക്കെ പോലെ ഉണ്ട് ഗൈസ്. ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഐറ്റം ലോക്കായി. ഓക്കെ, ഇനി നമ്മുടെ കാറ് ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞത് കണ്ടോ, ഇവിടെ ഒരു പിന്ന് പൊങ്ങി വരുന്നുണ്ടോ, ഒരു C ടൈപ്പ് പിന്ന് ഇങ്ങനെ പൊങ്ങി വരും. നമ്മുടെ കാറിൻ്റെ ചാർജ് ചെയ്യുന്ന പോർട്ട് കണ്ടോ, ഈ പോർട്ട് ഇതാണ്. ഇതിലിങ്ങനെ പ്ലഗ് ഇൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു റെഡ് ലൈറ്റ് കത്തും. സംഭവം ഇതിങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാം, അടിപൊളിയായിട്ട് ചാർജ് ചെയ്യാം. വേറെ കേബിളോ വേറെ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതാണ് ചാർജൊക്കെ നമ്മൾ കുറച്ച് ചെയ്തതാണ്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അതെ, റിമോട്ട് നമ്മൾ ഓണാക്കുന്നുണ്ട്. റിമോട്ട് ഓണാക്കിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് പീക്കിൽ സ്വിച്ചാണ്. ഇത് കണ്ടോ, ഈ ടയറൊക്കെ റബ്ബറാട്ടോ. ഇങ്ങനെ ഓണാക്കി കഴിയുമ്പോഴത്തേക്കും ഗൈസ് ലൈറ്റ് കത്തുന്നുണ്ടോ, പോലീസ് ലൈറ്റ്. ഫ്രണ്ട് ഇത് കണ്ടോ, ഫ്രണ്ട് ഹെഡ് ലൈറ്റ് വരെ കത്തും. കിട്ടില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് പിടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, ഈ കുഞ്ഞ് പീക്കിരി സാധനം. കൺട്രോൾ ചെയ്ത് നോക്കാം ഗൈസ്. ഇത് കണ്ടോ, ഒരു കുഞ്ഞ് മറ്റേ പാടത്ത് കൂടെ ആമയൊക്കെ പോലെ, ആമേനെ പോലെ ഇരിക്കുന്നു ഒരു കുഞ്ഞാമ. ഇതുണ്ടോ സ്റ്റിയറിങ്, അതായത് നമ്മൾ ടേൺ ചെയ്യണതനുസരിച്ച് മാത്രമേ ഇത് തിരിയത്തുള്ളൂ. ഇതുണ്ടോ, പ്യുവർ ഹോബി ഗ്രേഡാണ്, അതാണ് വ്യത്യാസം. പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു സസ്പെൻഷൻ ഉണ്ട്, ബാക്കിൽ സസ്പെൻഷൻ ഇല്ല. ബാക്ക് ഹാർഡാണ്, ഫ്രണ്ടിൽ ചെറിയൊരു പീക്കിൽ സസ്പെൻഷൻ വെച്ചിട്ടുണ്ട്. അലോയ്സൊക്കെ കൊള്ളാം, കിട്ടലാണ്. ഇനി നമുക്ക് പതിയെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ച് നോക്കാം. ഗൈസുമാരെ സമ്മതിക്കണോട്ടെ, ഈ ചൈനക്കാരന്മാരെ തല നോക്കിയാ. വാവ്, ഇതാണ് ഒരു മാക്സിമം സ്പീഡ്. ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കാം. ഡ്രിഫ്റ്റ് അടിക്കാൻ ബ്രേക്ക് പിടിച്ചാൽ കറങ്ങിയൊക്കെ നിൽക്കും. സംഭവം ഓടിക്കാനൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ.
ഇതെന്താ സംഭവം എന്ന് പറയുക, ഇത് നമ്മൾ ഈ മറ്റേ എന്തെങ്കിലും ചെറിയ രഹസ്യ കൈമാറ്റമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പതിയെ ആരും അറിയാണ്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ മതി. അടിപൊളിയാണ്. നമ്മുടെ എക്സ് മാക്സിൻ്റെ സൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. നമ്മുടെ എക്സ് മാക്സ് വെച്ച് നോക്കാൻ നേരത്തെ എന്തോരം സൈസ് ഉണ്ടെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഈ ഇതേ നമ്മുടെ എക്സ് മാക്സ് ഇരിക്കുന്നുണ്ട്. ഇനി അവൻ്റെ സൈസ് നോക്കാം. ദേ അവൻ്റെ സൈസ് കേട്ടോ, ലൈറ്റൊക്കെ തിരിക്കുകയാണ്. ദേ ഗൈസ് ഇത്ര ഉള്ളു. പീക്കിരി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആർസിക്കാർ അല്ല, എന്നുവെച്ചാൽ ഇത്രയും ഒരു എന്താ പറയുക, ഒരു മോൺസ്റ്റർ ലുക്കിലുള്ള ഒരു ഇത്ര പീക്കിരി ആർസിക്കാർ ഞാൻ ആദ്യമായിട്ടൊക്കെ കാണുന്നത്. ഇത് കണ്ടോ, ഇത്രയും ഭീകര സാധനത്തിൻ്റെ മുകളിൽ ഈ കുഞ്ഞ് ആർസിക്കാർ ഇരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓടിക്കാം. ഓക്കെ, ഓ ബ്രേക്കിംഗ് ഒക്കെ കൊള്ളാം കേട്ടോ, ബ്രേക്കിംഗ് ഒക്കെ ഉണ്ട്. പൊളി ഗൈസ്, മൂഡ്. എന്താണ് മോനെ കയറാത്ത ഗൈസ്, അതിൽ പോയിട്ടോ. നടപടിയില്ലാട്ടോ. മെയിനായിട്ട് ഈ ടൈപ്പ് ചെറിയ ആർസി കാർസ്, പിന്നെ ഇതിൻ്റെ ഓഫ് റോഡ് ചെറിയ കുഞ്ഞു വണ്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ മെയിൻലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് ഔട്ട്ഡോർ പുറത്ത് പോയി ഭയങ്കര വലിയ വിശാലമായ സ്ഥലത്തൊന്നും ഓടിക്കാണ്ട് നമുക്ക് ഈ ഇപ്പോൾ ഓഫീസിൻ്റെ ഉള്ളിലോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് ചുമ്മാ നമ്മുടെ എന്താ പറയുക ഒരു ടൈം പാസ്, പിന്നെ തലക്ക് ഭ്രാന്തായിട്ടിരിക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് രണ്ട് കറക്കിറക്കി എല്ലാ വിഷമമൊക്കെ തീരാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന പരിപാടിക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ആർസി കാർസാണ് ഗൈസ് ഈ കുഞ്ഞത്. ഓക്കെ, ജമ്പ് അപ്പുറത്തോട്ട് പോകുന്ന അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം ഗൈസ്. ജമ്പ് എടുക്കാൻ പോവാണ്. ഇത് ഈ ബാറ്ററി ഫുൾ ചാർജ് ഇനി ആവാനുണ്ടേ ഇല്ല. കുഴപ്പമില്ലാണ്ട് ഇങ്ങനെയൊക്കെ ജമ്പ് ചെയ്യും കേട്ടോ. ഇവിടെ നിന്ന് ഒന്ന് ജമ്പ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കൈ വെച്ച് പിടിക്കാം. ഓക്കെ, ജസ്റ്റ് ഗോ. കണ്ടോ, അപ്പോൾ ഇതാണ് എൻ്റെ ജമ്പിങ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വലിയ മാരക ജമ്പിങ് ഒന്നുമില്ല. മാരക ജമ്പിങ്ങൊക്കെ നമ്മൾ എക്സ് മാക്സിലൊക്കെയാണ് ചെയ്യാറ്. പിന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള പവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ജമ്പൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത് ചെറിയ പിള്ളേർക്കൊക്കെ ചുമ്മാ ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാൻ ഇതാണ്. തീരെ ചെറുതിനൊന്നും കൊടുക്കരുത്, അതൊക്കെ വായിലിട്ടാൽ ഇത് വിഴുങ്ങിപ്പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു കിടിലൻ ഐറ്റമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ വരുംതോറും ഇതിനേക്കാളും ചെറിയ ചിലപ്പോൾ ആർസിക്കാരൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഐറ്റം? മൂടല്ലേ, കിടിലൻ സാധനം കേട്ടോ. ഇത് നമുക്ക് ഇൻഡോറൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആർസി മോട്ടോർസിൻ്റെ വെബ്സൈറ്റിലും ചിലപ്പോൾ കാണും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ അവിടുന്ന് ബൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 10,000 രൂപ അത്രയും കോസ്റ്റ് ഉണ്ട്. എറൗണ്ട് 10,000 അതിൻ്റെ താഴെ ആയിരിക്കും. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസ് ഉണ്ട് ഗൈസ്. കാരണം കുഞ്ഞ് സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഹോബി ഗ്രേഡിനൊക്കെ കിടിലം വിലയാണ്. ഓക്കെ, മെയിനായിട്ട് മേ ബി ഇതിൻ്റെ പകുതിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിലയൊക്കെ കാണാം. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, പിന്നെ ഷിപ്പിംഗ് കോസ്റ്റ് എല്ലാം വരും. അതാണ് മെയിൻ സംഭവം. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളൊരു കിടിലം സാധനം കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. സ്റ്റേ ട്യൂൺ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ.